ഹായ് പ്രിയപ്പെട്ട സൂപ്പർ മോംസ്. നമ്മുടെ 7 ദിവസത്തെ സ്ട്രെസ് ഫ്രീ മൈൻഡ് കോഴ്സിന്റെ ആദ്യ ദിവസത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുകയാവാം, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുകയാവാം, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയും ആവാം. ഈ തിരക്കിനിടയിലും നിങ്ങൾ സ്വയം സമയം കണ്ടെത്തിയതിന് ഒരു ബിഗ് സല്യൂട്ട്. നമ്മുടെ ഇന്നത്തെ തീം സ്ട്രെസ് ഫസ്റ്റ് എയ്ഡ് അഥവാ സ്ട്രെസ്സിനുള്ള പ്രാഥമിക ചികിത്സ. ഓഫീസിലെ ടാർഗറ്റ്, കുട്ടികളുടെ വാശി, വീട്ടിലെ ജോലിയുടെ ഭാരം, ഇതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മളിൽ ഒരു തീജ്വാല ഉണ്ടാകും അല്ലേ? ദേഷ്യം, അമിതമായ സ്ട്രെസ്, ചിലപ്പോൾ കരച്ചിൽ. ഈ തീ വരുമ്പോൾ നമ്മൾ നമ്മുടെ നിയന്ത്രണം വിട്ടു പെരുമാറും. ഞാനൊരു ഉപമ പറയാം. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ കെട്ടിടമാണെന്ന് കരുതുക. ഈ കെട്ടിടത്തിൽ എപ്പോഴെങ്കിലും തീ പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ തീയിലേക്ക് ഡീസൽ ഒഴിക്കുമോ? ഇല്ല. നിങ്ങൾ ഉടനടി അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കും. നമ്മുടെ ദേഷ്യമാകുന്ന തീ പെട്ടെന്ന് അണയ്ക്കാൻ സഹായിക്കുന്ന ആ ഉപകരണമാണ് ബ്രീത്തിങ് ടെക്നിക് അഥവാ ശ്വസന വ്യായാമം. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശ്വാസം വേഗത്തിലാകും. ശ്വാസം വേഗത്തിലായാൽ നമ്മുടെ തലച്ചോറിന് സമാധാനമായി ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യേണ്ടത് തീ കത്തുമ്പോൾ ആ ഉപകരണത്തെക്കുറിച്ച് ഓർക്കുക എന്നതാണ്. ഇതിന് വെറും 1 മിനിറ്റ് മതി. ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ്: 1 മിനിറ്റ് ബ്രീത്തിങ് പ്രാക്ടീസ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ചെയ്യാം. നിങ്ങളുടെ വയറ്റിലേക്ക്, നെഞ്ചിലേക്കല്ല, വയറ്റിലേക്ക് മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 4 വരെ എണ്ണുക. ഒരു പൂവ് മണക്കുന്നത് പോലെ സാവധാനം. ശ്വാസം കുറച്ചു നേരം പിടിച്ചു വെക്കുക. ഇനി വായിലൂടെ മെല്ലെ പുറത്തേക്ക് വിടുക. 6 വരെ എണ്ണുക. ഒരു മെഴുകുതിരി ഊതിക്കെടുത്തുന്നത് പോലെ. ഇത് 1 മിനിറ്റ് ആവർത്തിക്കുക. ഇനി ഇത് എവിടെ ഉപയോഗിക്കണം എന്ന് നോക്കിയാലോ? ഓഫീസിലെ ബോസ് ദേഷ്യപ്പെടുമ്പോൾ, കുട്ടി ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് നിലവിളിക്കുമ്പോൾ, തിരക്കിനിടയിൽ എന്തെങ്കിലും മറന്നു പോകുമ്പോൾ, ദിവസം മുഴുവൻ ഈ തീ കത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമായി തണുപ്പിച്ചു നിർത്തണം. ഈ 1 മിനിറ്റ് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറച്ച് നിങ്ങൾക്ക് ശരിയായി തീരുമാനമെടുക്കാൻ ശക്തി നൽകും. ഇനി നിങ്ങൾക്കുള്ള ഇന്നത്തെ ടാസ്ക് പറയട്ടെ. ഇന്ന് പകൽ 3 തവണ ഈ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക, പ്രത്യേകിച്ച് സ്ട്രെസ് അനുഭവപ്പെടുന്ന നിമിഷങ്ങളിൽ. ഓർക്കുക, നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത്. നാളെ നമ്മൾ ഊർജത്തെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റ് വർക്കിംഗ് മോംസിന് കൂടി ഷെയർ ചെയ്യണേ. ഇനിയും കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ മോംസ് ഓഫ് ഏഞ്ചൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്